ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ക്രിസ്റ്റസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതേ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഒരുപാട് സർപ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. കുറച്ച് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഉള്ളത് ഇല്ലാത്തവരുടെ കണ്ണിൽപ്പെട്ട എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂളിലെ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പം ബാക്ക് ടു സ്കൂൾ ഹോൾ പ്ലസ് ബാക്ക് ടു സ്കൂൾ ബാഗ് പാക്കിംഗ് വീഡിയോയും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, ബിക്കോസ് ഇവിടെ നല്ല മഴയാണ് ഗായ്സ്. ഭയങ്കര മഴ, രാവിലെ തൊട്ട് നല്ല മഴ കാണിച്ചു തരാം. നല്ല മഴയാണ്. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല ബാക്ക് ക്യാമറയിൽ. പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് എടുക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ബാഗ്. ഇത് പുതിയ ബാഗാണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം എൻ്റെ കുഞ്ഞ് എനിക്ക് വാങ്ങിച്ചു തന്ന ബാഗാണ്. കഴിഞ്ഞ വർഷം ഞാൻ കൊണ്ടുപോയത് വേറെ ബാഗായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടുള്ള ബാഗ് തന്നെയാണ് 8ാം ക്ലാസ്സിലും കൊണ്ടുപോയത്. അപ്പം ആ ബാഗ് ചെറുതായിട്ട് പൊട്ടി. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വർഷം എൻ്റെ ഈ പുതിയ ബാഗ് കൊണ്ടുപോകുന്നത് ഈ വർഷം അപ്പോൾ ഇതിനുള്ളത് 3 ഷിഫ്റ്റാണ്. അപ്പം ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് കൊണ്ടുപോയിട്ടാണ് വെക്കുന്നത്. അത് കുറച്ച് എളുപ്പമാവും. അത്യാവശ്യം നല്ല ഇതൊക്കെയുണ്ട്. 3 ഡ്രോ ഉണ്ട്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ലഞ്ച് ബാഗ് സെപ്പറേറ്റ് കൊണ്ടുപോകുന്നത്. ഇതിൽ തന്നെയാണ് എൻ്റെ ഫുഡും എല്ലാം കൊണ്ടുപോകുന്നത്. സോ നമുക്ക് എന്തായാലും അത് സെപ്പറേറ്റ് ചെയ്യാം. അടുത്തത് പിന്നെ നമ്മളുടെ ബ്രൗൺ പേപ്പറാണ്. നമ്മുടെ സാധാ ബ്രൗൺ പേപ്പർ. ഇത് 2 ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. മറുപാട് ബുക്ക് പൊടിയാൻ ബുക്ക് പൊടിയാൻ ഇതിന് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിൽ നമ്മൾ പകുതിയും പൊടിയുന്നുണ്ട്. അപ്പം എൻ്റെ ആവശ്യത്തിനാണ് നമുക്ക് വളരെ തോന്നുന്നത്. നമ്മൾ വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങുമല്ലോ. പക്ഷേ നമ്മൾ ആവശ്യത്തിന് ഞാൻ ഒന്ന് മാത്രമേ തോന്നിട്ടുള്ളൂ. ഇനി നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ എടുക്കേണ്ടി വന്നാൽ പൊതിയും അങ്ങനെയാണ് 2 ബാഗ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വരുന്നത് എൻ്റെ പൗച്ചാണ്. സിംഗിൾ പൗച്ചാണ്. 7ാം ക്ലാസ് 8ാം ക്ലാസ് എനിക്ക് സെയിം പൗച്ചാണ്. ഒരു വ്യത്യാസമില്ലാത്ത പൗച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ റെഡ് കളർ പൗച്ചാണ്. ഇതിലൊരു ഇതിന് റേറ്റ് എത്ര എനിക്കറിയില്ല. അപ്പം നമ്മുടെ അടുത്തത് നമ്മുടെ പെണ്ണാണ്. ലക്ഷ്യയുടെ ഒരു സെറ്റായിട്ട് 10 എണ്ണമുള്ളത്. ഇതിൻ്റെ റേറ്റ് 80 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. 80 രൂപയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യയുടെ പേനാണ്. ഇത് നല്ലതാണ്. പക്ഷേ എനിക്ക് കുറച്ച് സൈനസ് ഒന്നുമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ എഴുതി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ അറിയാതില്ല അതിന് തൊട്ടന്നെ ഒരുമാതിരി പരക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ കുഴപ്പമില്ല, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പം ഇതാണ്. പിന്നെ അടുത്തത് ഇത് ഇപ്പം കാണിച്ചതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ബാഗ് ഒഴിച്ച് ബാക്കി 2 എണ്ണം വെളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് പിന്നെ ഇവിടെ ഉള്ളത് തന്നെയാണ്. ഒരു പേപ്പർ ഇതാണ്. നമ്മൾ മിഡ് ടേം എക്സാമിനൊക്കെ നമ്മളെ തന്നെ കൊണ്ടുപോകണം. അല്ലാതെ നമ്മൾ വലിയ ഓണപ്പരീക്ഷ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേ സ്കൂളിൽ നിന്ന് തരത്തുള്ളൂ. അപ്പം ഉപയോഗിക്കാനുള്ളതാണ് ഇത് നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മളിവിടെ ഉണ്ടായിരുന്നത് തന്നെ. ഇത് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല പുറത്തുനിന്ന്. പിന്നെ എൻ്റെ ബുക്കാണ്. ഇത് ഞാൻ ഒന്ന് പൊതിഞ്ഞൊരു നോട്ട്ബുക്കാണ്. ഇത് ഞാൻ ആവശ്യമുള്ള ക്ലാസ്മേറ്റാണ്. ഇതാണ് ഒന്ന് പൊതിഞ്ഞൊരു നോട്ട്ബുക്ക്. അപ്പോൾ ഇത്ര 5 ഉണ്ട്. വീണ്ടും നെയിം സ്ലിപ്പിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്ന തീം റെഡ് പെൻസിലാണ്. അതിൽ എൻ്റെ പേരും എൻ്റെ സ്കൂളിൻ്റെ പേരും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലാസ്സും സബ്ജക്റ്റ് റോൾ നമ്പർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതെൻ്റെ കുഞ്ഞ് എനിക്ക് ചെയ്ത് തന്നതാണ്. അപ്പോൾ കുഞ്ഞാണ്. അപ്പം ഒരുപാട് നെയിം സ്ലിപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വരുന്നത് റിബണും ബണ്ണും ആണ്. ഈ റിബണും ബണ്ണും സ്കൂളിൽ നിന്ന് തന്നതാണ്. എനിക്ക് ഇപ്രാവശ്യത്തെ യൂണിഫോം മാറ്റിയിട്ടുണ്ട് അവർ. പാൻറ്റും ഷർട്ടും കോട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഡേ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. അപ്പം ഇടാനുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂ കളറായിരുന്നു. 145 രൂപയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഇതാണ്. സ്പേസൊക്കെ ഉള്ളതാണ്. മുഖമൊക്കെ നോക്കാം. ഓക്കെ, അതാണ് വരുന്നത്. പിന്നെ ഇത് പുതിയതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. കഴിഞ്ഞതിൽ എനിക്ക് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ വാട്ടർ ബോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെയാണ്. അതിനൊരു കുഴപ്പമില്ല. നല്ല നല്ല വെള്ളം കൊള്ളുന്ന വാട്ടർ ബോട്ടിലാണ്. എനിക്ക് വൈകിട്ടായാലും തീരത്തില്ല.
പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പെൻസിലാണ്. പെൻസിലൊക്കെ താഴെ ഒരുപാട് പെൻസിലുണ്ട് ഇതിൻ്റെ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചത് തന്നെയാണ്. വാങ്ങിച്ചതെല്ലാം കുഞ്ഞ് തന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ പ്രാവശ്യം കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് ഒരുപാട് ഇനി ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പെൻസിലിൻ്റെ ഉപയോഗം അങ്ങനെ ഇല്ല. പേനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഹൈസ്കൂളൊക്കെ ആയാൽ പിന്നെ ഇതാണ് ഒരു പെൻസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പെൻസിൽ. പിന്നെ ഇതാണ് സ്കെയിൽ, നട്രാജിൻ്റെ സ്കെയിലാണ്. അപ്പം ഇത് ചെറിയൊരു പൊട്ടിലൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല, ഇത് നല്ലതാണ്. നെക്സ്റ്റ് വരുന്നത് കട്ടറാണ്. അപ്സരയുടെ കട്ടറല്ല, ഷാർപ്നറാണ്. അപ്സരയുടെയാണ്. അപ്പോൾ ഇത് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. മറുവ കട്ടറാണ് യൂസ് ചെയ്യുന്നത്, അതായത് പെൻസിലാണ് യൂസ് ചെയ്യുന്നത് എഴുതാനായിട്ട്. അപ്പോൾ അവർക്ക് ചെറിയ ജോമെട്രി ബോക്സ് ആണ്. ഇതാണ് ഡൊമക്സിൻ്റെ, ഇത് ക്യാമലിൻ്റെ ആണ്. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചത്. ഇത് എൻ്റെ പഴയതാണ്, അതായത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ്. ഇത് നന്നായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ വർഷം ഇതാണ് കൊണ്ടുവന്നത്. ഇനി മറുവാക്ക് ഒരു 5ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ജോമെട്രി ബോക്സ് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് ഇനി എന്തായാലും ഉപയോഗിക്കാം. ഒരു 10 വരെ ഇത് കൊണ്ടുപോകാം. നല്ല പുതിയ ഡോമക്സിൻ്റെ ആണ്, നല്ലതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ജോമെട്രി ബോക്സ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഇറേസർ. ഇവിടെ ഇറേസർ പിന്നെ പെൻസില്, കട്ടർ അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ട്. അതൊന്നും പുറത്തൊന്നും അധികം വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ ഉള്ളത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ടൊങ്കോയി എന്ന് പറയുന്ന ഒരു റബ്ബറാണ് എടുത്തിട്ടുള്ളത്. അപ്പം റബ്ബർ, പെൻസില് അതൊക്കെ ഇവിടെ ഇപ്പോഴും ഒരുപാട് ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഇതാണ് എൻ്റെ ഷാർപ്നർ. ഇത് ഞാൻ എക്സാമിൻ്റെ ടൈമിലാണ് എടുത്തത്, അതായത് ആനുവൽ എക്സാമിൻ്റെ ടൈമിലാണ് എടുത്തത്. അപ്പം എനിക്ക് ഷാർപ്നർ എന്തോ കളഞ്ഞു പോയി, പൊട്ടിപ്പോയി എങ്ങനെ ചെയ്തു. അതുകൊണ്ടാണ്. ഗൈസ് മാക്കിൽ മറവുണ്ട്. അപ്പോൾ ഈ ഷാർപ്നർ തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഗൈസ് മറവ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് മറവക്ക് പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ക്രിയേറ്റീവ് മറവ എന്നാണ് പേര്. അപ്പോൾ അവരുടെ ചാനലിൽ ലിങ്ക് ഈ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കയറി കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അവളുടെ ബാക്ക് ടു സ്കൂളിൽ ബാക്ക് പാക്കിംഗ് വീഡിയോ അവൾ ഇടുന്നതായിരിക്കും, അവളുടെ ചാനലിൽ ഇടും എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിൻ്റെ അടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ബാക്ക് ടു സ്കൂളിൻ്റെ ഹോൾ സപ്ലൈസസ് എന്ന് പറയാനായിട്ട്. അപ്പം എന്തെങ്കിലും മിസ്സാക്കി പോയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടതൊക്കെ മാത്രമേ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് ഡേ കൊണ്ടുപോകുന്നത്, ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്ക് ടു സ്കൂളിൻ്റെ ബാഗ് ഒന്നും കൂടി പാക്ക് ചെയ്യാം. പിന്നെ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ ടൈം ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഓർക്കുന്നത് ഇന്നലെയാണ്. കാരണം ഞങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് കൊല്ലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും പിന്നെ ബാക്ക് ടു സ്കൂളിൻ്റെ എല്ലാം കൂടി ഒരു ബിസി പരുവായിപ്പോയി. അപ്പോൾ നാളെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ബാഗ് പാക്ക് ചെയ്യുന്നതും കൂടി ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോഴേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ജൂൺ 1-ാം തീയതി രാത്രിയെ തിരിച്ച് വരത്തുള്ളൂ. അപ്പം എല്ലാം കൂടി രാത്രിയായിട്ട് ടൈറ്റ് ആവും. അപ്പം നമ്മൾ ഇപ്പോഴേ എല്ലാം കൂടി ചെയ്ത് വെച്ചിട്ട് പോവുകയാണ്. നമ്മൾ ഒരു ബിസി ഇല്ലാതെ ഒരു ടെൻഷനും ചെയ്യാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഡ്രോയിൽ വയ്ക്കുന്നത് ഒരു റഫ് നോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ വേണ്ടി തന്നെ ആദ്യം കുറേ ബുക്കൊന്നും വേണ്ട. അപ്പം ആദ്യം ഒരു റഫ് നോട്ടാണ് വെക്കുന്നത്. എന്ത് പറയാൻ ഗൈസ്, എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പം എന്ത് ചെയ്യണമെന്ന് പറയാത്ത അവസ്ഥയാണ്. പിന്നെ ജോമെട്രി ബോക്സ് നമ്മുടെ ഫസ്റ്റ് ഡേ സ്കൂൾ തന്നെ, ഏറ്റവും ലാസ്റ്റ് ഡേ സ്കൂൾ വരെ ജോമെട്രി ബോക്സ് ഇവിടെ നമ്മുടെ ബാഗിൽ തന്നെ ഇരുന്നോട്ടെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ജോമെട്രി ബോക്സ് ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. ടീച്ചർ അങ്ങനെയാണ്, ചിലപ്പോൾ പെട്ടെന്ന് ജോമെട്രി ബോക്സ് എടുക്കാൻ പറഞ്ഞ് കൊണ്ടുവന്നില്ലെങ്കിൽ അപ്പം അടിയാണ്. നമുക്ക് എന്തെങ്കിലും ജോമെട്രി ബോക്സ് വെക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ വരെ അവിടെ തന്നെ ഇരുന്നോട്ടെ. എൻ്റെ ആ ജോമെട്രി ബോക്സ് അനക്കാറേ ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ എൻ്റെ പൗച്ചിലോട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം വയ്ക്കുന്നത് സ്കെയിലാണ്. പിന്നെ വെക്കുന്നത് ഒരു പെൻസിലാണ്. പിന്നെ അടുത്തത് ലെക്സിയുടെ ഗൈസ് മഴ നല്ല കൂടിയിട്ടുണ്ട്. അടുത്ത് വയ്ക്കുന്നത് ലെക്സിയുടെ പേന, 2 പേന വയ്ക്കുന്നുണ്ട്. ഒന്ന് തെളിഞ്ഞില്ലെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഗൈസ്. അപ്പം നമുക്കൊരു പേന കൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ വെക്കുന്നത് ഒരു ഷാർപ്നർ ഇതാണ് ഗൈസ്. അപ്പോൾ ഒരു ഷാർപ്നർ വയ്ക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ടൊരു ഞാൻ വെച്ചൊരു ഇറേസറും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പൗച്ച് വെക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. ഫസ്റ്റ് ഡേ ഉച്ചവരെ സ്കൂൾ കാണത്തുള്ളൂ.
ഇത്രയുള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ വെള്ളവും കൂടി ആ സമയത്തിന് കൊണ്ടുപോകും. അത്രയ്ക്ക് നമ്മൾ ഫസ്റ്റ് ഡേയിൽ എടുക്കുന്നുള്ളൂ. പിന്നെ ഫസ്റ്റ് ഡേ നമ്മൾ ഇടുന്ന യൂണിഫോം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. ഫസ്റ്റ് ഡേ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. കാരണം ഞങ്ങൾ രാത്രി ഒന്ന് ഭയങ്കര ടയേർഡായിട്ട് കിടക്കുമ്പോൾ രാവിലെ ചിലപ്പോൾ വീഡിയോയുടെ കാര്യം മറന്നു പോകും. ഓർമ്മ വരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെറിയ മൂടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാം, ഉറപ്പായിട്ട് എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബാക്ക് ടു സ്കൂളിൻ്റെ പ്രിപ്പറേഷൻ ഇതുവരെയായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു കിടക്കാഴ്ച വരെ നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.